നമസ്കാരം. എബ്രഹാം ഓസ്ലർ എന്തൊക്കെയോ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സൂക്ഷിച്ചും കണ്ടൊക്കെ പറയണ്ടേ. നമ്മളെന്തെങ്കിലുമൊക്കെ വാവിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പുതിയതായിട്ട് കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെടും. ആ സുഖം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പം ഞാനായിട്ട് ആ സുഖത്തെ നശിപ്പിക്കുന്നില്ല. എന്നിരുന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ വളരെ മൈൽഡായിട്ട് പറയാം, ആരും ബാധിക്കാത്ത തരത്തിൽ. ഒറ്റ വാക്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമയാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സിനിമ 100% നീതി പുലർത്തി എന്ന് തന്നെ പറയാനാണ് എനിക്ക് താല്പര്യം, ഞാനെന്ന പ്രേക്ഷകന് താല്പര്യം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ എല്ലാ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടതാണ്. മിഥുൻ്റെ ആണെങ്കിലും ജയറാമേട്ടൻ്റെ ആണെങ്കിലും ജഗദീഷ് ചേട്ടൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അവർ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇതൊരു ത്രില്ലർ എന്നുള്ളതിനെക്കാട്ടിലുപരി ഇമോഷണൽ ത്രില്ലറാണ്, ഇമോഷണൽ മെഡിക്കൽ ത്രില്ലറാണ് എന്നുള്ളൊരു സംഭവം. സോ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് 100% വർക്കായിട്ടുണ്ട്. അപ്പോൾ 5-ാം പാതിര ഒന്നും പ്രതീക്ഷിച്ചിട്ട് ആരും ആ വഴിക്ക് പോകണ്ട കേട്ടോ. അത് 1008 തവണ പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് 5-ാം പാതിര പ്രതീക്ഷിച്ച് പോകണ്ട. അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് എല്ലാ സിനിമയും പുതിയ സിനിമകളാണ്. അതിനെ ആ രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ആ ജോൺറേഴ്സിനെ ആ ജോൺറയായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം ഇത് 1008 തവണ പറഞ്ഞിട്ടും 5-ാം പാതിര എന്നെ പ്രതീക്ഷിച്ചിട്ട് പോകുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല. അങ്ങനെ പോയാലും ഈ സിനിമ നിങ്ങളെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തൊന്നുമില്ല, ഇഷ്ടപ്പെടും. പക്ഷേ നിങ്ങൾ മിഥുൻ്റെ കഴിഞ്ഞ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യാതെ ഇതിനെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമോഷണൽ മെഡിക്കൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നാണ് ഞാനെന്നൊരു പ്രേക്ഷകന് തോന്നുന്നത്. നല്ല സിനിമ. പിന്നെ ഈ ജയറാമേട്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പേ ഏതോ വീഡിയോൻ്റെ അകത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, പുള്ളിക്ക് നല്ലൊരു വേഷം കറക്റ്റായിട്ടുള്ളൊരു സാധനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ആ ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യും. ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്ത് പുള്ളി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് ആടി തിമിർക്കാനുള്ള പരിപാടികളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ആസ് ആൻ ആക്ടർ പുള്ളിക്ക് കൊടുത്തൊരു ക്യാരക്ടർ ഉണ്ട്. അതായത് പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ, ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ ഒരു എന്താണ്, പോലീസാണ് പുള്ളിക്കാരൻ. അപ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ വരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും, നടക്കുന്ന സമയത്താണെങ്കിലും, നോട്ടത്തിലാണെങ്കിലും, സംസാരത്തിലാണെന്നുണ്ടെങ്കിലും 100% ആ ക്യാരക്ടറും നീതി പുലർത്തിയിട്ടുണ്ട്. ജയറാമേട്ടൻ ഗംഭീരമായിട്ട് തന്നെ, അധികം പെർഫോമൻസ് എന്നുള്ളതിനെക്കാട്ടിലുപരി ആ ക്യാരക്ടറിനെ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊരു തിരിച്ചുവരവ് തന്നെയാണ് ജയറാമേട്ടൻ്റെ. ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സ് പുള്ളിക്ക് കിട്ടട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. കിട്ടണം, പുള്ളിനെ എക്സ്പ്ലോർ ചെയ്യണം. ഇനിയും ഇവിടെയുള്ള ഡയറക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം. ഇനി ഈ ഫാമിലി സിനിമകൾ എന്നുള്ള രീതിയിലുള്ള സംഭവം കുറച്ചൊന്ന് എന്താണ് പറയുക, ഗ്യാപ്പ് കൊടുക്കുന്നതാണ് ജയറാമേട്ടൻ നല്ലത്. ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്ത് പോട്ടെ. നമുക്ക് ഒരുപാട് പെർഫോമൻസ് ഒന്നും വേണ്ട. കിട്ടുന്ന ക്യാരക്ടർ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നിങ്ങളുടെ ശരീരഭാഷയിൽ തന്നെ, നിങ്ങളുടെ ഡയലോഗ് ഡെലിവറിയിൽ തന്നെ, ലുക്കിൽ തന്നെ അത് പ്രതിഫലിക്കുന്നുണ്ട്. അതാണ് ഒരു ആക്ടറിൻ്റെ വിജയം എന്ന് പറയുന്നൊരു സംഭവം. അത് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മറ്റേ ഈ ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിലും എടുത്ത് പറയേണ്ടതാണ്. വളരെ നല്ല രീതിയിൽ തന്നെ, എൻ്റെ അമ്മ പുള്ളി ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നതും, പിന്നെ ഫാലിമിയിലൊക്കെ കണ്ട ജഗദീഷ് ചേട്ടനൊക്കെ നമുക്ക് അറിയാം, ഇങ്ങനെ ചിരിച്ച് കളിച്ച് അങ്ങനെ മൂടിൽ നിൽക്കുന്ന ഒരാൾ. പക്ഷെ ഇതിൻ്റെ അകത്ത് വേറൊരു രൂപം ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല പുള്ളിയേട്ടാ. വേറൊരു രീതിയിലുള്ള പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് ജഗദീഷ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്. നല്ല ഗംഭീരമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഹാഫ് പടപട എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. വളരെ എൻഗേജിങ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. നമ്മൾ ഈ തിയേറ്ററിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് തന്നെ കയറി ഇരുന്നൊരു അനുഭവമാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നല്ല രീതിയിൽ തന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. മേക്കിംഗ് ഓൾസോ വളരെ എൻഗേജിങ് ആയിട്ട് നല്ല രസത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് സർപ്രൈസിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും, എന്നിരുന്നാലും പറയാം. സർപ്രൈസിങ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. ആ വന്ന ഒരു വരവ് ഗംഭീര വരവായിരുന്നു, ഗംഭീര ഇൻട്രോ ആയിരുന്നു. ആ സമയത്ത് തിയേറ്റർ ഭയങ്കര കയ്യട്ടിയും ബഹളവും പരിപാടികളൊക്കെ ആയിരുന്നു. ആ ഒരു ഇൻട്രോൻ്റെ സമയത്ത് ജയറാമേട്ടൻ്റെ ഒരു സീനും കൂടിയിട്ടുണ്ട്. എനിക്ക് ആ ഷോട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയ്യോ, ഞാൻ ഏതാണ് മറ്റേ ഓടി വരുന്നൊരു സീനുണ്ട് പുള്ളിയുടെ, അത് നല്ല കിടിലൻ ഷോട്ടായിരുന്നു ജയറാമേട്ടൻ്റെ. അപ്പം അത് നല്ല രസമായിരുന്നു തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്പെഷ്യൽ അപ്പിയറൻസിൻ്റെ ആണെന്നുണ്ടെങ്കിലും അടിപൊളി. ഞാൻ പേര് പറയുന്നില്ല, എന്നിരുന്നാലും ആൾക്കാർക്ക് അറിയാം. പേര് പറയാത്തത് നമ്മൾ വേണ്ട, എന്തിനാണ്, അറിയാലോ. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ സെക്കൻഡ് ഹാഫിനെ കുറിച്ചിട്ട് ഈ ഒരു സിനിമയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലേക്ക്, അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തന്നൊരു മൂഡ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, അത് വേറൊരു മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് കുറച്ച് ഈ ഫ്ലാഷ് ബാക്ക് പറയുന്നൊരു സീനാണ്.
ചിലപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിനെ വെച്ച് സെക്കൻഡ് ഹാഫ് കമ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ 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 അങ്ങനെ ഒരു മൂഡിനെ കുറിച്ചൊരു ഒരു ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ലൈക്ക് ഈ മൂഡ് മാറിയോ, അങ്ങനെ ഇതെന്ത് ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിൽ ഫ്ലാഷ് ബാക്ക് തോന്നും. പക്ഷേ ബട്ട് സ്റ്റിൽ സെക്കൻഡ് ഹാഫും ഗംഭീരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ബിക്കോസ് ഈ സിനിമയ്ക്കകത്ത് ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്, ഈ രീതിയിൽ തന്നെയാണ് പോകേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ പറയുക, ഇങ്ങനെ പറയണത് ഇതിൽ എടുത്തെടുത്ത് പറയണമെന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സിനിമ കാണുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം ഇതൊരു നീണ്ടൊരു പോക്കാണ്. ഈ ഒരു സിനിമയിൽ ഒരു കഥയുടെ ഒരു പോക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ പറയണത്. അതുകൊണ്ടാണ് ഈ രീതിയിലായി പോകണത് കേട്ടോ, ക്ഷമിക്കുക. അപ്പം സെക്കൻഡ് ഹാഫിൻ്റെ അകത്ത് പറയും ഫ്ലാഷ് ബാക്കിൽ ഈ മറ്റേ അതിൽ അഭിനയിച്ച പിള്ളേരൊക്കെ എന്ത് നന്നായിട്ടാണ് ചെയ്യണേ. അനശ്വരി ആയിക്കോട്ടെ, എന്ത് നന്നായിട്ട് ഇവരൊക്കെ ചെയ്യുന്നത്. മറ്റേ പയ്യന്മാരായിട്ട് അഭിനയിച്ച ഇവരൊക്കെ എന്ത് നന്നായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് കണ്ടിട്ട് അസൂയ വരുന്നു. എനിക്ക് വളരെ നാച്ചുറലായിട്ടാണ് എനിക്ക് ആ സെക്കൻഡ് ഹാഫിലുള്ള മറ്റേ മെഡിക്കൽ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല, ഈ മെഡിക്കൽ സെറ്റപ്പിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ അകത്ത് ആ ഒരു പരിപാടികളുടെ ആ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത് മൊത്തത്തിൽ കാണുന്ന സമയത്ത് തന്നെ ആ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു നെഗറ്റീവ് അടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിനിമയിൽ നെഗറ്റീവ് അടിക്കും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതൊരു സിനിമയുടെ വിജയമാണ് നമുക്ക് അങ്ങനെ നെഗറ്റീവ് അടിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ. ലൈക്ക് ആ ഒരു എന്താണ് ആ ചങ്ങാതിയുടെ പേര്, മറ്റേ സേവിയറൊക്കെ ആയിട്ട് അഭിനയിച്ച മറ്റേ ഫ്ലാഷ് ബാക്കിൽ കാണിക്കണ ആ പയ്യനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവനൊക്കെ കാണുന്ന സമയത്ത് തന്നെ ഒരുമാതിരി ഫീലൊക്കെ ആക്ച്വലി തോന്നും. പിന്നെ സ്പെഷ്യൽ അപ്പിയറൻസിൻ്റെ എന്താണ് പറയുക, പഴയകാലം അഭിനയിപ്പിച്ച പയ്യനാണെന്നുണ്ടെങ്കിൽ നല്ല നാച്ചുറലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, നല്ല ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവരുടെ ഒന്നും പേര് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ പേരെടുത്ത് വെച്ചിട്ട് പ്രശംസിക്കാത്തത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും പറയാണ്, നല്ല അസൽ സിനിമ, അടിപൊളി സിനിമ. ഞാൻ ആരെയും വിട്ടുപോയതല്ല മനഃപൂർവ്വം. സിനിമ കാണാത്ത ആൾക്കാർക്ക് നമ്മളൊരു നഷ്ടം കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ച് പറയുന്നത്. നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. നല്ലൊരു സിനിമയാണ്. ജോണറെ മനസ്സിലാക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു ഇമോഷണൽ ത്രില്ലറാണ്. ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, എന്താ അതിനെ പറയുക, ഇമോഷണൽ മെഡിക്കൽ ത്രില്ലറാണ് നമ്മുടെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ. ജഗദീഷ് ചേട്ടൻ അതാ കുറേ ഇൻ്റർവ്യൂസിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ജസ്റ്റ് ഒരു ത്രില്ലറല്ല, ഇമോഷണൽ മെഡിക്കൽ ത്രില്ലറാണ്. ഇമോഷണൽ മെഡിക്കൽ ത്രില്ലർ അതെൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മറക്കാത്തത്. ഈ സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഈ സാധനം വെച്ചിട്ടാണ്, ഇമോഷണൽ എന്നുള്ളൊരു സാധനം കൂടി മനസ്സിൽ വെച്ചിട്ട് നമ്മൾ കാണുന്നത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്പെഷ്യൽ അപ്പിയറൻസിൻ്റെ ഒക്കെ പെർഫോമൻസ് പുള്ളി ഡോമിനേറ്റ് ചെയ്തുന്നേ. സെക്കൻഡ് ഹാഫിൻ്റെ അകത്ത് പുള്ളി ഡോമിനേറ്റ് ചെയ്തു. അതാണ് പവർ. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ഇരുത്തവും ഭാവവും ഒക്കെ ആണെന്നുണ്ടെങ്കിലും എന്താ പറയുക, പുള്ളിക്ക് അല്ലെങ്കിലും നല്ല കാലം ഇപ്പോൾ, പുള്ളിക്ക് നല്ല കാലമല്ലേ ഇപ്പോൾ. പുള്ളി തിരഞ്ഞെടുക്കുന്ന പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സമയമാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ അപ്പിയറൻസ് എന്നൊക്കെ പറയണമെങ്കിൽ ദുഃഖം വരുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ അറിഞ്ഞു കാണും ആരാ എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞു കാണും. ബട്ട് സ്റ്റിൽ നമ്മൾ ആ പേര് പറഞ്ഞാലേ ആ ഒരു ഗുമ്മ് കിട്ടുള്ളൂ. പക്ഷെ പറയാത്തത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് 30 വരുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഓക്കെ, എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു സിനിമയാണ്, പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എബ്രഹാം മോസ്ലർ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടുത്തൊരു ഭാഗം മേ ബി ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എൻഡിങ് ഒക്കെ കൊടുത്തിരിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും മിഥുൻ മാനുവൽ തോമസ്, യു ആർ ബ്രില്യൻറ്റ്. അത് നിങ്ങൾ പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മച്ചാനെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഹാഫിൻ്റെ അകത്ത് അഭിനയിച്ച പിള്ളേരിനൊക്കെ കണ്ടപ്പോഴേ, ഫ്ലാഷ് ബാക്കിൽ അഭിനയിച്ചവരെ കണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നി. അസൂയ എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ എ നെഗറ്റീവ് സെൻസ്റ്റാണ്, ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. എനിക്ക് അസൂയ തോന്നി. ഞാൻ അഭിനയപ്രാന്തൊക്കെ പിടിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ അഭിനയമൊക്കെ കാണുന്ന സമയത്ത് എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള റോള് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ രീതിയിൽ ചെയ്യാം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ചു കൂട്ടുന്ന ഒരാളാണ് ഞാൻ ഏത് സിനിമ കാണുന്ന സമയത്തും. അപ്പോൾ ആ രീതിയിൽ എനിക്ക് അസൂയ തോന്നി അതൊക്കെ കണ്ട സമയത്ത്. എന്ത് നാച്ചുറലായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പറഞ്ഞു പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും വായന്ന് ചാടും, ഒന്നും അധികം അങ്ങോട്ട് എത്തുന്നില്ല. സബ് TK ജയറാമേട്ടൻ്റെ തിരിച്ചുവരവെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളി എവിടെയും പോയിട്ടില്ല. പുള്ളി സിനിമ ഇൻഡസ്ട്രിക്കകത്ത് വളരെ ആക്റ്റീവായിട്ടുണ്ട്. തെലുങ്കിലായിക്കോട്ടെ, തമിഴിലായിക്കോട്ടെ, എല്ലായിടത്തും പുള്ളി ആക്ച്വലി വളരെ, കന്നഡത്തിലായിക്കോട്ടെ, സംസ്കൃതത്തിൽ വരെ പുള്ളി പോയിട്ട് അഭിനയിച്ചു പോകുന്നത്. അതുകൊണ്ട് പുള്ളി ആക്റ്റീവാണ്. നമ്മുടെ മലയാളത്തിലെ പുള്ളിക്ക് മര്യാദയ്ക്കുള്ള റോളുകളൊന്നും കിട്ടാത്തതുള്ളൂന്നേ സത്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളി മറ്റ് ഭാഷകളിൽ പുള്ളിനൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പുള്ളി നല്ല രീതിയിൽ ഇവിടുന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ പുള്ളിക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ട് പുള്ളിക്ക് കൊടുത്തുകൂടാന്നുള്ളതാണ്. പുള്ളിക്ക് കിട്ടണം. പുള്ളിക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ പറയാം ഈ സിനിമയ്ക്കകത്ത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനില്ലല്ലോ. ഇറ്റ്സ് നോട്ട് അബൌട്ട് പെർഫോമൻസ്.
ഇറ്റ്സ് അബൌട്ട് ഒരു ക്യാരക്ടർ ഒരു വ്യക്തിക്ക് ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ ഇമോഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആ കൊടുത്ത ക്യാരക്ടറിൻ്റെ ആ സ്വഭാവത്തിനനുസരിച്ചിട്ട് ശരീരഘടനയിലൊക്കെ കൊണ്ടുവന്ന് അതിനനുസരിച്ചിട്ടൊരു പെർഫോമൻസ് കാഴ്ചവെക്കുക എന്ന് പറയുന്നൊരു സംഭവം ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ അകത്ത് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. അപ്പോൾ ജയറാം ഏട്ടൻ്റെ സിനിമ എബ്രഹാം ഓസ്ലർ, എന്തായാലും ഈ സിനിമയിലൂടെ പുള്ളിയുടെ ഒരു നല്ലൊരു വരവ്, ഇത്രേ പറയാനുള്ളൂ. ബൈ ബൈ. ഇനി എന്താണ്? ഇനി വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ ബ്രഹ്മയുഗത്തിൻ്റെ ടീച്ചർ വരുന്നുണ്ടല്ലോ മമ്മൂക്കയുടെ. എൻ്റെ പൊന്നെ മമ്മൂക്ക, എന്താ ഞാൻ പറയാം മമ്മൂക്കേ, ഞാൻ അവിടെ വന്നിട്ട് കവളിലൊരു നുള്ളു തരും. സീരിയസ്ലി ഇങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിക്കുകയാണ് അണ്ണൻ. 5 മണിക്ക് ടീച്ചർ വരട്ടെ, ഇനി അതിൻ്റെ റിയാക്ഷനൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. ടീച്ചർ എത്ര മിനിറ്റ് ഉണ്ടാവുമോ എന്തോ, നമ്മളെ ഞെട്ടിപ്പിക്കുമോ, എന്താണ് അവസ്ഥ? അപ്പോൾ അഗെയിൻ മിഥുൻ മാനുവൽ തോമസ് ഈ സിനിമ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല ഈ സിനിമയിൽ ഈ റിവ്യൂ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുത്തേ നിങ്ങളിരുന്ന്, ഇത് നിങ്ങളുടെ എഴുത്തല്ല ഈ സിനിമ, നിങ്ങൾ അപ്പുറത്ത് കൂടെ ഒരു സൈഡിൽ കൂടെ നിങ്ങൾ എഴുതണമുണ്ട്, മറ്റൊരു സൈഡിൽ കൂടെ നിങ്ങൾ ഡയറക്റ്റും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ തലയ്ക്ക് എന്താണ്, നിങ്ങളുടെ മെഷീനാണ് തലയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ചിന്തയാണല്ലോ നിങ്ങൾക്ക്. ഇനി അടുത്തത് എന്താണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകണത്? ഒരു പിടുത്തൂല്ല. നിങ്ങളുടെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടു, നിങ്ങളെന്തോ ഇനി അടുത്തൊരു വേറെ ജോണർ പിടിക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ കേട്ടു. എന്ത് ജോണറാണ് നിങ്ങൾ പിടിക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ ഏത് ജോണർ പിടിച്ചാലും നിങ്ങളുടെ പരിപാടികളൊക്കെ ഉഷാറായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി എഴുത്തിലും നിങ്ങൾ മിടുക്കനാണ്, ഡയറക്ഷനിലും നിങ്ങൾ മിടുക്കനാണ്. മിടുക്കാൻ വർക്കായിരുന്നു ഇതിൻ്റെ അകത്ത് ഡയറക്ഷൻ നല്ല രീതിയിൽ. ഇനി ജയറാമേട്ടൻ ഇത് കാണുന്നില്ല, അന്ന് കാണില്ല അറിയാം, എന്നാലും നമ്മുടെ ഒരു സുഖത്തിന് വേണ്ടി പറയണത് കേട്ടോളി. എന്നാലും ജയറാമേട്ടൻ, ഹലോ, എന്താണ് ജയറാമേട്ടൻ, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്ക് പറ്റാത്ത പരിപാടികളുണ്ടോ? നിങ്ങൾക്ക് എല്ലാം പറ്റും. പൊന്നിയൻ സെൽവനിൽ മറ്റേ മുട്ടയടിച്ചിട്ടുള്ള ക്യാരക്ടറൊക്കെ നിങ്ങൾ എന്ത് നന്നായിട്ടാണ് ചെയ്തത്. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ സിനിമകൾ കാണുന്ന ആളുകൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് പരിപാടികളൊക്കെ അറിയും. നിങ്ങളെ മലയാളത്തിൽ മാത്രം കണ്ട് ശീലിച്ച ആൾക്കാർക്ക് മാത്രം പുള്ളി എവിടെ പോയി, ജയറാമേട്ടൻ ഫീൽഡ് ഔട്ടായോ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ ഫീൽഡ് ഔട്ട് ആയതല്ല, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു ക്യാരക്ടർ കിട്ടാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങളതിനെ കണ്ടീഷൻഡാക്കി വെച്ചതിൻ്റെ പ്രശ്നമാണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ജയറാമേട്ടൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റോളുകളാണ് ചെയ്യേണ്ടത്, തമാശ അല്ലെങ്കിൽ ഫാമിലി എൻ്റർടൈനറാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങളുടെ തലയിലേക്ക് അങ്ങ് വെച്ച് തന്ന എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ വെച്ച് തന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റും ക്യാരക്ടറും ഒക്കെ ആ രീതിക്ക് അങ്ങ് ആയി, നിങ്ങൾ താഴേക്ക് അങ്ങ് പോയി. എനിക്കൊക്കെ പണ്ട് തൊട്ടേ അറിയാം നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടമായിരുന്നു നമുക്ക്. പക്ഷേ എബ്രഹാം ഓസ്ലർ അനൗൺസ് ചെയ്ത് നിങ്ങൾ വരുന്നു എന്നൊക്കെ കേട്ട സമയത്ത് എനിക്ക് ഡാം ഷുവർ ആയിരുന്നു ഇതിൻ്റെ ഡയറക്ഷനിൽ ജയറാമേട്ടൻ്റെ തിരിച്ചുള്ള വരവ് വരുന്നു. ഡാം ഷുവർ ആയിരുന്നു ഇത് രക്ഷപ്പെട്ടു. ജയറാമേട്ടൻ ഇതിനപ്പുറം മലയാളത്തിൽ ഇനി ആക്റ്റീവ് ആവാൻ വേണ്ടി പറ്റും, മലയാളത്തിൽ ഇനി ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കിട്ടും, ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടും. ഐ വാസ് ഡാം ഷുവർ. എന്തായാലും അതുപോലെ തന്നെ ആവട്ടെ, ഈ സിനിമ ആ രീതിയിലേക്ക് വിജയമാവട്ടെ, അതിനുശേഷം നല്ല സിനിമകൾ കിട്ടട്ടെ. ഇത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. വിട്ടത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പോയിലറാണ്. വേണ്ട, നിങ്ങൾ സുഖിച്ചിരുന്ന് കാണുക. ഫ്രഷായിട്ട് 5-ാം പാതിര പ്രതീക്ഷിക്കാതെ എബ്രഹാം ഓസ്ലറേ എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിട്ട് ഇമോഷണൽ മെഡിക്കൽ ത്രില്ലറാണ് എന്ന് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ അങ്ങ് പോവുക. മെഡിക്കൽ ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ പേടിയാവണോ. സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചങ്ങായിമാർ കാട്ടുകൂട്ടിയ പരിപാടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഒരുമാതിരി ഫീലൊക്കെ നമുക്ക് ആക്ച്വലി തോന്നും. മനസ്സിലായ? അത് മേക്കിങ്ങിൻ്റെയും പിന്നെ ഫ്ലാഷ് ബാക്കിൽ അഭിനയിച്ചിട്ടുള്ള അവരുടെയൊക്കെ പെർഫോമൻസിൻ്റെ ഗുണമാണ്. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് മതിയാവുന്നില്ല, ഉഷാറായിട്ടുണ്ട്. സോ ബൈ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ബൈ.